ഗൈസ്, ഒരു ഇൻസൈറ്റ് എന്നൊരു പറയാൻ മതി. ലൈക്ക് രണ്ട് ഗവൺമെൻറ് സർവീസസാണ്. ഒന്ന് ഇന്ത്യൻ റെയിൽവേ, മറ്റേത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. തിങ് ഇസ് ദാറ്റ് ഇനീഷ്യലി നമുക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അത് കർണാടക ഡിസ്ട്രിക്റ്റിൽ മണിപ്പാൽ അല്ലെങ്കിൽ ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഉടുപ്പിയിൽ നിന്ന് നമ്മൾ ട്രെയിനിൽ അത് അയച്ചു, ബാംഗ്ലൂരേക്കാണ് അയച്ചത്. സോ ബാംഗ്ലൂരേക്ക് അയച്ചു. പിറ്റേ ദിവസം തന്നെ നമുക്ക് വണ്ടി എത്തിയപ്പം സ്റ്റേഷനിലെത്തി. നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടായിരുന്നു ഇത് അയച്ചത്, അതിൻ്റെ റെസിപ്റ്റ് അയച്ചത്. അപ്പം സ്പീഡ് പോസ്റ്റ് അയക്കുന്നതിന് മുമ്പ് നമ്മളത് ചോദിച്ചിരുന്നു, ഓക്കെ എത്ര ദിവസം കൊണ്ട് എത്തും എന്ന് ചോദിച്ചു. സോ അവർ പറഞ്ഞത് പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെ എത്തും എന്ന രീതിയിലാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ വണ്ടി ഒന്നും സ്പീഡ് പോസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പം സ്പീഡ് പോസ്റ്റ് അതിൻ്റെ ഡെസ്റ്റിനേറ്റഡ് റെയിൽവേസ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇന്നലെ പറഞ്ഞത് വണ്ടി വന്ന അന്ന് അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്നെത്തും അല്ലെങ്കിൽ പിറ്റേ ദിവസം സെക്കൻഡ് ഡേ നമുക്ക് സാധനം കിട്ടാൻ മതിയുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഡേ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു തിങ്കളാഴ്ച അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് സാധനം എനിക്ക് കിട്ടുള്ളൂ സ്പീഡ് പോസ്റ്റ്. സോ ടോട്ടൽ സ്പീഡ് പോസ്റ്റ് എനിക്ക് കിട്ടാനെടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ടോട്ടൽ 6 days, 1 week. സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് പർട്ടിക്കുലർ സ്പീഡ് പോസ്റ്റ് എന്നൊരു സംഭവത്തിൻ്റെ യൂസ് എന്താണെന്ന് എനിക്കും മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ റെയിൽവേയെ പറ്റി പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞ സ്കൂട്ടർ വെച്ചിട്ടാണ് പറഞ്ഞത്. ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പെർ ഡേ 250 rupees ഫൈൻ വരുന്നത് ഈ റെസിപ്റ്റ് ഇല്ലെങ്കിൽ. സോ വിച്ച് കോസ്റ്റ് മീ ലോട്ട് ഓഫ് മണി ആക്ച്വലി. എനിവേ, ഇപ്പോൾ വണ്ടി എടുക്കാൻ ഒരു മാർഗം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഞാൻ 700 രൂപ പോയിട്ട് ഫൈനും അടച്ചിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. അങ്ങനെ പറയുമ്പോൾ അറൗണ്ട് 1000 rupees എനിക്ക് ഫൈനായിട്ട് തന്നെ പോകേണ്ടി വരും വണ്ടി എടുക്കാനായിട്ട്, റെസിപ്റ്റ് ഇല്ലാണ്ട്. റെസിപ്റ്റ് ഉണ്ടായിട്ട് ഞാൻ പോയി വണ്ടി എടുക്കാനാണെങ്കിൽ തിങ്കളാഴ്ച എനിക്ക് പോസ്റ്റിൽ ഒരു സ്പീഡ് പോസ്റ്റ് സാധനം കിട്ടിയിട്ട് അപ്പോൾ തിങ്കളാഴ്ച പറയുന്നത് 5 ദിവസത്തെ ഫൈനുള്ള ചിലപ്പോൾ 2500 രൂപ ഫൈനും വരും. എന്ത് കഥ! ഇത്രയും ടെക്നോളജിക്കലായിട്ട് ഇന്ത്യ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആ സിംഗിൾ പേപ്പറിന് വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ കാത്തിരിക്കും. നല്ല തീരുമാനം.